ഫ്ലവേഴ്സ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഒരില കർക്കിടക ഇല ചാലഞ്ചിലെ 5ാമത്തെ ഐറ്റം പയറില. ഈ പയറില കൊണ്ട് നമ്മൾ പയറില തോരനാണ് ഉണ്ടാക്കുന്നത്. പണ്ട് മുതലേ നമ്മൾ പയറില തോരനാണല്ലോ ഉണ്ടാക്കാറുള്ളത്. തോരനായിരിക്കും എപ്പോഴും ടേസ്റ്റ്. മറ്റൊന്നും നമ്മൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പത്തില തോരനിൽ നമ്മൾ കൂട്ടാറുണ്ട്. നല്ല നാളികേരം ഉള്ളി എല്ലാം അരച്ച ഈ പയറില തോരൻ വളരെ ടേസ്റ്റിയാണ്, ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ എന്തായാലും ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നുണ്ടല്ലോ, ഇതിൽ ഞാനൊരു സ്പെഷ്യൽ സാധനം ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ചേർക്കാറില്ല എങ്കിലും ഞാനിത് ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. നിങ്ങളും ഈ കർക്കിടകത്തിലോ അല്ലാത്തപ്പോഴോ ഈ രീതിയിലുണ്ടാക്കി ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഇളയ പയറില നോക്കി പറിച്ചെടുത്തിട്ടുണ്ട്. ഇലകൾ നല്ല പോലെ വെള്ളത്തിലിട്ട് ഒലുമ്പി കഴുകിയെടുക്കണം. പുഴോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയണം. ഇതൊരു അരിപ്പയിലേക്കിട്ട് വെള്ളം വാലാൻ വെക്കണം. ഇല നല്ല പോലെ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. കുറ്റിപ്പയറാണെങ്കിലാണ് നിലത്തിൽ മണ്ണുണ്ടാവുക. വള്ളിയുള്ള പയർ നെടിയിൽ കയറുകയാണെങ്കിൽ അതിൽ മണ്ണൊന്നും ഉണ്ടാവില്ല. വെള്ളം വാർന്ന ശേഷം ഓരോ ഇലകളായി ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. നമ്മുടെ കൈക്കുള്ളിൽ കൂട്ടിപ്പിടിക്കാവുന്ന അത്ര ഇതുപോലെ അടുക്കി പിടിക്കുക. അങ്ങനെ അടുക്കി വെച്ച് ഒരു റബ്ബർ ബാൻഡോ കയറോ കൊണ്ട് കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി. ഓരോ കെട്ടുകളെടുത്ത് നമുക്ക് കൈക്കുള്ളിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ കുറച്ചതൊന്ന് മാറ്റി അടുക്കി വെക്കുക. ഇതിന് നല്ലപോലെ ഞെട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പൊട്ടിച്ച് കളയുക. നമ്മൾ ഒന്നിച്ചരിയുമ്പോൾ ആദ്യം തലഭാഗം ഒന്നിച്ച് അരിഞ്ഞു കളഞ്ഞാലും മതി. ഇതാ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ മുറിച്ച് കളയുക. ഞെട്ട് ഇലയിൽ ചേർന്നാൽ കഴിക്കുമ്പോൾ ഒരു പരിപ്പായിരിക്കും, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെറുതാക്കി അരിയാം. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചരിയണം. ഇതിങ്ങനെ അരിയുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചെറുപ്പത്തിൽ ഉമ്മയും വല്യമ്മയൊക്കെ ഇത് അറിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. കൈ ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊടുത്ത് അരിയുക. കൈയിൻ്റെ തൊലിയും ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേരാൻ നല്ല സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. പയറിലയിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇരുമ്പ്, സിങ്ക്, മറ്റ് പോഷകങ്ങളായ പ്രോട്ടീൻ, കാൽഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ ഉറവിടം കൂടിയാണിത്. ഇത്രയും പോഷക ഗുണങ്ങളുള്ളതിനാൽ പയറില പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന ചിലവ് കുറഞ്ഞ ഒരു ഭക്ഷ്യവിഭവമാണ്. മുഴുവനും അരിഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിങ്ങനെ നീളത്തിലായിരിക്കും വരിക. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടാം. നീളം കുറഞ്ഞു കിട്ടും. ഉലർത്തുമ്പോൾ കെട്ടുപിണഞ്ഞ് കിടക്കൂല. ഇപ്പോൾ വേറിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നനഞ്ഞ് വേവുമ്പോഴാണ് കട്ടയാവുന്നത്. ഇനി പയറിലയിൽ ചേർക്കാനുള്ള മറ്റു കൂട്ടുകൾ തയ്യാറാക്കാം. നാളികേരം ചിരകിയത് ഒരു 1.5 കപ്പ്, ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഒരു 15 എണ്ണം, വെളുത്തുള്ളി അല്ലി ഒരു 6 എണ്ണം, ചീനമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വലിയ ജീരകം 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില, പിന്നെ ഉപ്പും താളിക്കാനുള്ള കടുകും കൂടി വേണം. പയറില ഒരു 3 കപ്പ് ഉണ്ടാകും. ഒരു രഹസ്യക്കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെക്കാം. മിക്സിയിൽ വലിയ ജീരകം ഇട്ടു, ചെറിയുള്ളി ഇടാം, വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇടാം. ഇനി കൂടെ തന്നെ കറിവേപ്പിലയും നാളികേരം ചിരകിയതും കൂടിയിട്ട് ഒന്ന് പതുക്കെ ചതച്ചെടുക്കണം. ഒരിക്കലും നല്ല പോലെ അരയരുത്. മുളകും കറിവേപ്പിലും ഒന്നുകൂടി അരയാനുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഈ നാളികേരത്തിലേക്കുള്ള ഉപ്പാണ്. പയറിൽ നമ്മൾ വേറെ ചേർക്കും. കല്ലുപ്പ് ഇടുന്നത് കൊണ്ട് ഇങ്ങനെ നാളികേരത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ അത് വേഗം ചേർന്ന് കിട്ടും. ഇപ്പോൾ അരവും റെഡിയായി. ഇനി നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 1/2 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദം കേട്ടില്ലേ? ഇനിയാണ് ആ സ്പെഷ്യൽ സാധനം ഇടുന്നത്. വെളുത്ത എള്ളാണ് കേട്ടോ. ചിലർ ഉഴുന്നുപരിപ്പൊക്കെ ഇടില്ലേ, അതുപോലെ ഇട്ടാൽ മതി. ഇതെനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. കുറച്ച് ചെറിയ ഉള്ളി കീറിയതും കൂടി ഇട്ടു, അതും ടേസ്റ്റ് കൂട്ടും. നാളികേരത്തിൻ്റെ കൂടെ ഈ എള്ളും കൂടി ഇങ്ങനെ കടിക്കുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. തീ ഒന്ന് കുറയ്ക്കണം, എള്ള് കരിയരുത്, ഒന്ന് ഗോൾഡൻ കളറായാൽ മതി. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടു. ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം തരും നമുക്ക്. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പയറില അങ്ങോട്ടിടാം. ചിലർ പയറില തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഇല അരിഞ്ഞതിന് ശേഷം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ നീര് ഊറ്റിക്കളയാറുണ്ട്. ഞാനിതിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അരിഞ്ഞ പയറില അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ ഇല ഇനി നന്നായി ഇളക്കി മറിക്കണം. നമ്മളങ്ങനെ തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഇത് ഇലകളുടെ കയ്പ്പ് കുറയ്ക്കും, പക്ഷേ ചില പോഷകങ്ങളും നഷ്ടപ്പെടുത്തും. പയറില വളരെ പോഷക സമൃദ്ധമാണല്ലോ. അതിൻ്റെ സത്തൊക്കെ കളഞ്ഞിട്ട് അതിൽ ചണ്ടി മാത്രം കഴിച്ചിട്ടെന്താ കാര്യം അല്ലേ? പാചകം ചെയ്യുമ്പോൾ ചില പോഷകങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും ഗണ്യമായ അളവ് നിലനിൽക്കും.
പ്രത്യേകിച്ച് വിറ്റാമിൻ എയുടെ അളവിൽ പാചകം കാര്യമായ ഫലം ചെലുത്തുന്നില്ലെന്ന് അറിയുന്നു. തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതുന്നത് വിറ്റാമിൻ സി, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ വെള്ളത്തിൽ ലയിക്കുന്നവയും ചൂടിനെ പ്രതിരോധിക്കാത്തവയുമാണ്. തിളപ്പിക്കുമ്പോൾ ഇവ വെള്ളത്തിൽ ലയിച്ചു പോകും. തിളപ്പിക്കുമ്പോണ്ടല്ലോ 50% വരെ വിറ്റാമിനുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇനി ഇത് വേവാനുള്ള കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കണം. മൺചട്ടി ആകുമ്പോൾ വേഗം കരിയും. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവട്ടെ. കുറഞ്ഞ തീയിൽ കഴുകി ആവിയൊക്കെ നല്ല കയറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ചിക്കി ഇളക്കി കൊടുക്കണം. ഇനി പയറിലയുടെ ഗുണങ്ങൾ അറിയണ്ടേ? ഇതിലെ വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും അത്യാവശ്യമാണ്. ഇതിലെ ഇരുമ്പ് രക്തക്കുറവ് തടയുന്നതിന് നല്ലതാണ്. 100 ഗ്രാം ഇലയിൽ മുതിർന്ന പുരുഷന്മാർക്ക് 8 മില്ലിഗ്രാമും സ്ത്രീകൾക്ക് 18 മില്ലിഗ്രാമും മുലയൂട്ടുന്ന അമ്മമാർക്ക് 27 മില്ലിഗ്രാമും ആവശ്യമുള്ള ഇരുമ്പ് ലഭിക്കും. സിങ്ക് രോഗപ്രതിരോധ ശേഷിക്കും മുറിവുകൾ ഉണങ്ങുന്നതിനും സഹായകമാണ്. ഇതിൽ നല്ല അളവിൽ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഉപ്പും വേവും ഒന്ന് നോക്കി. ഇലയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം. ഒന്ന് മയം വരാനുണ്ട്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വേവായിട്ടുണ്ടാകും. കണ്ടോ, ഇതിൽ വെള്ളമൊന്നുമില്ല, ഒക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നാളികേരം ചതച്ച് വെച്ചത് ഇതിലേക്കിടാം. ഈ നാളികേരം ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പയറിലേക്ക് ചവർപ്പോ കയ്പോ ഒന്നും തോന്നില്ല. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് നന്നായി ചിക്കി ഇളക്കി നാളികേരം മുഴുവനും എല്ലായിടത്തും ചേർക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇല വേറിട്ട് വരും. അഥവാ നിങ്ങളിനി തിളപ്പിച്ചൂറ്റി കളയുകയാണെങ്കിൽ ആ തിളപ്പിച്ചൂറ്റിയ വെള്ളം മറ്റെന്തിലേക്കും ചേർക്കാം. അപ്പോൾ വിറ്റാമിനുകൾ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നന്നായി എല്ലാം വേറിട്ട് വന്നിട്ടുണ്ട്. നാളികേരം എല്ലായിടത്തും ചേർന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ ചിക്കി ഡ്രൈ ആക്കുക. വല്ലാതെ ഡ്രൈ ആവണ്ട. കണ്ടോളൂ, ഒന്നിൽ തൊടാതെ വേറിട്ടാണല്ലോ കിടക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ അധികം ഇലക്കറികളിലും നമ്മൾ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കാറുണ്ട്. അതുപോലെ ഇതിലും ചേർക്കാം. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടും. തീ ഓഫ് ചെയ്ത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം. ചൂടോടെ കഴിച്ചാലുണ്ടല്ലോ എൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മുടെ നാവിൽ നിന്ന് പോകുകയില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർ ഇതൊന്നും ഉണ്ടാക്കാറില്ല. അവർക്കതിന് സമയമില്ല, ജോലി തിരക്കും കാരണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റണില്ല. വല്യമ്മയായ ഞാൻ പേരക്കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവരും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയട്ടെ അല്ലേ? ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഇത് കഴിക്കേണ്ട ഒരു രീതി ഉണ്ട്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഈ പയറില കഴിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ. അതെങ്ങനെ അറിയോ? നമ്മൾ ഈ പയറില എങ്ങനെ എടുക്കും? ഈ പയറില എങ്ങനെ എടുത്തിട്ട് ഈ ചീനമുളകില്ലേ, ഈ ചീനമുളകും കൂട്ടി ഒന്ന് പൊട്ടിച്ച് അതിൽ ചേർത്തിട്ടാണ് കഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. കേട്ടോ, ഇതിൽ പൊട്ടിച്ച് ഇതിൽ കൂട്ടി അങ്ങനെ കഴിച്ചാണ്ടല്ലോ. കാന്താരി കൂടി ചേരുമ്പോഴുള്ള മണവും രുചിയും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. 1000 ലീഫ് നാച്ചുറൽസിൻ്റെ കർക്കിടക രോഗപ്രതിരോധ യാത്രയിലെ 5ാമത്തെ ഇലക്കറിയാണ് പയറില. ഇനി 6ാമത്തെ വീഡിയോയുമായി വീണ്ടും